by using sliding plate electrodes എന്താണ് സ്ലൈഡിംഗ് പ്ലേറ്റ് ഇലക്ട്രോഡ്സിലാണെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ് ഇൻപ്ലെയിൻ ആണ്. ഇൻപ്ലെയിൻ ഫോഴ്സ് ആയിരിക്കും. നോർമൽ പ്ലേറ്റ് ഇലക്ട്രോഡിലാണെങ്കിൽ നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത് നോർമൽ ആണ്. സ്ലൈഡിംഗിലാണെങ്കിലോ ഇൻപ്ലെയിൻ ആണ്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തു വെക്കുക. സോ എന്തൊക്കെയാണ് പറഞ്ഞത്? മൈക്രോ ഗ്രിപ്പേഴ്സ് എന്ന് പറയുന്നത് ദ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ഗ്രിപ്പിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആൻഡ് ദേ ആർ കോമൺലി യൂസ്ഡ് ഇൻ മൈക്രോ അസംബ്ലി ആൻഡ് സർജറി. There have two gripping methods. First one is by using normal plate electrode and the second one is by using sliding plate electrode. We have to remember that by using normal plate electrode, the force will be in normal, will be like normal direction and the second one is by using sliding plate electrode. Here the force will be in plane direction force ഉണ്ടാവുക. Okay, so the first one എന്താണ്? Here ഒരു ടിപ്പിക്കലി ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ തന്നെയാണ്, രണ്ട് മെത്തേഡ്സ് ആണ്. ഫസ്റ്റ് വൺ ഈ നോർമൽ പ്ലേറ്റ് ഇലക്ട്രോഡ്സിലും സെക്കൻഡ് വൺ ഈ ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് നോർമൽ പ്ലേറ്റ് ഇലക്ട്രോഡ് യൂസ് ചെയ്തിട്ടും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? സ്ലൈഡിംഗ് പ്ലേറ്റ് ഇലക്ട്രോഡ് യൂസ് ചെയ്തിട്ടാണ്. ഇതില് എന്താണ് പ്രത്യേകത? ഇവിടെയുള്ള ഈ ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത് എന്താണ്? അലൈൻഡ് ആണ് അല്ലെ? ഫസ്റ്റ് ഫിഗറിൽ ദ ഇലക്ട്രോഡ് ഈസ് ഇൻ അലൈൻഡ് കണ്ടീഷൻ. And in the second figure, the electrodes are in misaligned condition. Alle? So, endu vettum nammal this one is gripping arms and these are electrodes. Adariyalo. Ee gripping arms il when we apply voltage across these gripping arms, endu sambhavikkum? Gripping arms ee electrodes il ee rendu plates ne across aayittu voltage apply cheyyumbo misaligned electrodes ആണെങ്കിൽ they try to align themselves. Okay, അങ്ങനെയാണ്. misaligned electrons ആണെങ്കിൽ they try to align അവർ തന്നെ സ്വന്തമായിട്ട് they themselves align by when we apply voltage they align themselves. Okay, ഇതാണ് ഈ രണ്ട് ഫിഗേഴ്സ് പറയുന്നത്. ഞാൻ എന്താണ് നേരത്തെ പറഞ്ഞത്? കോമൺലി അതായത് നോർമൽ പ്ലേറ്റ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് they are not commonly used. അവര് പ്രാക്ടിക്കൽ അല്ല because they requires more space. സെക്കൻഡ് വൺ എന്താണ്? സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് സ്ലൈഡിംഗ് പ്ലേറ്റ് ഇലക്ട്രോഡ്സ് ആണ്. ഓക്കെ, മനസ്സിലായല്ലോ? പിന്നെ എന്ത് പറഞ്ഞു? നോർമൽ പ്ലേറ്റ് ആണെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹിയർ ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? Here force എന്ന് പറയുന്നത് നോർമൽ ആണ് ആൻഡ് ഹിയർ മിസ്അലൈൻഡ് ആണെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇൻ പ്ലെയിൻ ആയിരിക്കും. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ ഒരു ടിപ്പിക്കലി ആയിട്ടുള്ള മൈക്രോ ഗ്രിപ്പർ ആണ് കോം ഡ്രൈവ് എന്ന് പറയുന്നത്. ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള മൈക്രോ ഗ്രിപ്പർ ആണ്. അതായത് ദ മൈക്രോ ഗ്രിപ്പേഴ്സ് വിത്ത് മൾട്ടിപ്പിൾ പെയർസ് ഓഫ് മിസ്അലൈൻഡ് ഇലക്ട്രോൺസ്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ കോം ഡ്രൈവ്സ് എന്ന് പറയുന്നത്. ദേ ആർ കോമൺലി യൂസ്ഡ് ഫോർ മെംസ് ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്ന മൈക്രോ ഗ്രിപ്പേഴ്സ് ആണ് കോം ഡ്രൈവ്സ്. എന്താണ് അതിന്റെ പ്രത്യേകത? മൈക്രോ ഗ്രിപ്പേഴ്സ് ദാറ്റ് ആർ വിത്ത് മൾട്ടിപ്പിൾ പെയർസ് ഓഫ് മിസ്അലൈൻഡ് ഇലക്ട്രോൺസ്. ഓക്കെ, ഇതാണ് കോം ഡ്രൈവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? ഇതിൽ എന്തൊക്കെയാണുള്ളത്? വാട്ട് ആർ ദ മെറ്റീരിയൽസ് ഇൻ ദിസ് കോം ഡ്രൈവ്സിൽ എന്തൊക്കെയുണ്ട്? ഒരു ഡ്രൈവ് ആർംസ് ഉണ്ട്. ഇതാണ് അതിന്റെ ഡ്രൈവ് ആർംസ് എന്ന് പറയുന്നത്. ഈ രണ്ട് പ്ലേറ്റ്സ്, ദീസ് ടു പ്ലേറ്റ്സ് ആർ കോൾഡ് ഡ്രൈവ് ആർംസ് ആൻഡ് ദിസ് പ്ലേറ്റ് ഈസ് കോൾഡ് വാട്ട്? ക്ലോഷർ ആർംസ്. ഈ പ്ലേറ്റിനെയാണ് നമ്മൾ ക്ലോഷർ ആർംസ് എന്ന് പറയുന്നത്. ഇൻ വിച്ച് ക്ലോഷർ ആർംസ് എന്ന് പറയുന്നത് ദേ ആർ ഫിക്സ്ഡ്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഫിക്സ്ഡ് ആണ്. ഓക്കെ, ഡ്രൈവ് ആർംസ് എന്ന് പറയുന്നത് എന്താണ്? മൂവബിൾ ആണ്. ഓക്കെ, so this top and bottom of the closure arm is called they are called drive arms and they are movable while the closure arm is fixed. So electrodes on driver is movable. Driver arms ile electrodes ഇവിടെ ഇത് electrodes ആണ്. These are electrodes. ഇതെല്ലാം എന്താണ് പറയുന്നത്? electrodes എന്നാ പറയുന്നത്. and ഇത് drive arms ഉം this is closure arms. പിന്നെ എന്താ? when we apply, ഇവിടെയുള്ള വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണ്? when we apply voltage across these driver arms, എന്ത് സംഭവിക്കും? ഡ്രൈവർ ആംസിന്റെയും ക്ലോസ്ഡ് ആംസിന്റെ ഇടയ്ക്ക് ഒരു വോൾട്ടേജ് when we apply
voltage across these driver arms and closed arms, what happened? They will try to align themselves. ഞാൻ നേരത്തെ പറഞ്ഞു what misaligned ആയിട്ടുള്ള electrodes ആണെങ്കിൽ when we apply voltage to a misaligned arms, they will try to align themselves. So here it is misaligned arms, and when we apply voltage across these driver arms and the closure arms, while here it is misaligned arms, so that when we apply voltage they try to align themselves. So there cause a movement in driver arms. ഞാൻ പറഞ്ഞു ഈ ക്ലോഷർ ആംസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫിക്സ്ഡ് വൈൽ ദ ഡ്രൈവർ ആംസ് ആർ മൂവബിൾ. സോ മൂവബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മിസ്അലൈൻഡ് ആയതുകൊണ്ട് തന്നെ ദേ ട്രൈ ടു അലൈൻ ദംസെൽസ് സോ ദാറ്റ് എന്തിനായിരിക്കും മൂവ്മെന്റ് സംഭവിക്കുക? ക്ലോഷർ ആംസ് ആണോ ഡ്രൈവർ ആം ആണോ മൂവ് ചെയ്യുന്നത്? ഡ്രൈവർ ആം ആയിരിക്കും മൂവ് ചെയ്യുന്നത്. സോ എന്താണ് സംഭവിക്കുക? ദർ കോസ് എ മൂവ്മെന്റ് ഇൻ ഡ്രൈവർ ആംസ് ആൻഡ് then the distance between the effective arm will get reduced. അതായത് ഈ ഡ്രൈവർ ആംസ് എന്ന് പറയുന്നത് മൂവ് ചെയ്യുമ്പോൾ ഡൗൺവേർഡ് ആയിരിക്കും മൂവ് ചെയ്യുക, ആൻഡ് സോ ദാറ്റ് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് പറ്റും? ഇറ്റ് വിൽ ഗെറ്റ് റെഡ്യൂസ്ഡ്. ഓക്കെ, മനസ്സിലായോ? ഈ പറഞ്ഞതെല്ലാം മനസ്സിലായോ? അണ്ടർസ്റ്റുഡ്? ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. എന്താണ് നമ്മൾ ഇത്രയും ഓർത്താൽ മതി. ക്ലോഷർ ആംസ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്, ഡ്രൈവർ ആംസ് എന്ന് പറയുന്നത് മൂവബിൾ ആണ്. ദിസ് മിഡിൽ ആയിട്ടുള്ള ഈ പ്ലേറ്റ് ഇതാണ് എന്താണ് ക്ലോഷർ ആം. ഈ ആമാണ് ക്ലോഷർ ആം. ഈ ക്ലോഷർ ആമിൽ ഇലക്ട്രോഡ്സ് ഉണ്ട്, ഡ്രൈവർ ആംസിലും ഇലക്ട്രോഡ്സ് ഉണ്ട്. വൈൽ ദിസ് ഡ്രൈവർ ആംസ് എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് മൂവബിൾ. സോ വെൻ വി അപ്ലൈ വോൾട്ടേജ് അക്രോസ് ദിസ് ഡ്രൈവർ ആം ആൻഡ് ദ ക്ലോഷർ ആം, the electrodes, the misaligned electrons try to align themselves. So as a result of എന്താണ് നമ്മൾ കൊടുത്ത വോൾട്ടേജിന്റെ റിസൾട്ട് ആയിട്ട് ഡ്രൈവർ ആംസ് മൂവ് ചെയ്യും. ആസ് എ റിസൾട്ട് എന്ത് പറ്റും? ഇവിടെയുള്ള ഡിസ്റ്റൻസ് റെഡ്യൂസ് ആവും. ഓക്കെ, the arm will get, the effective arm will get reduced. അങ്ങനെ വരുമ്പോൾ എന്താണ്? we can use it as a gripper. ഇവിടുത്തെ ഡിസ്റ്റൻസ് കുറയുമ്പോൾ എന്ത് പറ്റും? we can use this. ഈ എഫക്റ്റീവ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ ദ എഫക്റ്റീവ് ഇതാണ് എഫക്റ്റീവ് ആം, എക്സ്റ്റൻഷൻ ആമിന് ഇടയ്ക്കുള്ള ഈ എഫക്റ്റീവ് ഡിസ്റ്റൻസ് എന്ത് പറ്റും? റെഡ്യൂസ് ആവും. ഇവിടുത്തെ ഡിസ്റ്റൻസ് കുറയുമ്പോൾ എന്ത് പറ്റും? ഇവിടുത്തെ എഫക്റ്റീവ് ഡിസ്റ്റൻസ് റെഡ്യൂസ് ആവും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ യൂസ് ദിസ് ആസ് എ മൈക്രോ ഗ്രിപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. മൈക്രോ ഗ്രിപ്പർ. ഓക്കെ, ആൻഡ് വി ക്യാൻ യൂസ് ദിസ് ടു പിക്ക് സ്മോൾ ഒബ്ജക്ട്സ്. മനസ്സിലായോ ഇത്? ആൻഡ് ഹിയർ ദ ഗ്രാഫ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ drastic reduction in required actuations. അതായത് വിത്ത് എന്താ actuation voltage increase ചെയ്യുന്നത്, as actuation voltage increases, the pair of electrodes എന്ന് പറയുന്നത് we can reduce the number of pair of electrodes. ഓക്കെ, അതിന്റെ ഗ്രാഫ് ആണ് ഈ തന്നേക്കുന്നത്. ഓക്കെ, the drastic reduction in required actuation voltage with increase of number of pairs of electrodes. That is, as number of electrodes increases, the applying voltage decreases. Electrodes കൂടുന്നതിനനുസരിച്ച് വോൾട്ടേജ് കുറച്ച് മതി. ഓക്കെ, അപ്ലൈങ് വോൾട്ടേജ് എന്ന് പറയുന്നത് കുറവായിരിക്കും. ഓക്കെ, മനസ്സിലായോ ഇത്? ഇത്രയും മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എടുക്കാമല്ലോ. ഇവിടെ അഭിജിത്ത് മാത്രമേ ഉള്ളൂ? ബാക്കിയുള്ളവരൊന്നും പറയുന്നില്ലല്ലോ. സൗമ്യ, ശിശിര, ഇത് മനസ്സിലായോ? ഓക്കെ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് മൈക്രോ മോട്ടോഴ്സ്. മൈക്രോ മോട്ടോഴ്സിന്റെ കാര്യത്തിൽ എന്തായിരിക്കും ഇവിടുത്തെ ഉള്ള ഡ്രൈവിംഗ് ഫോഴ്സ്? എന്തായിരിക്കും? വാട്ട് വിൽ ബി ദ ഡ്രൈവിംഗ് ഫോഴ്സ് or actuation force of this micro motors? എന്തായിരിക്കും? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് തന്നെയാണ് എന്താ ഇവിടുത്തെ ഡ്രൈവിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ആക്ച്വേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. There are two types of micromotors ഉണ്ട്. There are two types of micromotors. First one is linear motors and the second one is rotary motors. അങ്ങനെ
2 types of micromotors ആണുള്ളത്. പിന്നെ എന്താണ് ഇവിടെയുള്ള the driving force അല്ലെങ്കിൽ actuation force is electrostatic force തന്നെയാണ്. So first one, linear micromotors. Linear micromotors ൽ എന്താ? In linear micromotors there have two sets of base plates. എന്താണ് base plates എന്ന് പറഞ്ഞാൽ ഇതിനെ ആ base plates എന്ന് പറയാം. Two sets of base plates ഉണ്ട് and there have electrodes in ഓരോ base plates ലും there have electrodes ഉണ്ടാവും. And we have to remember this set of electrodes എന്ന് പറയുന്നത് this is moving set of movable ആണ്, while this set എന്ന് പറയുന്നത് എന്താണ് it is fixed. Okay, അങ്ങനെ എന്താണ് ഇപ്പൊ പറഞ്ഞത്? രണ്ട് ബേസ് ആയിട്ടുള്ള base plates ഉണ്ട്. These base plates have electrodes. There are pairs of electrodes ഉണ്ട്. And എന്താണ് first thing എന്താ? First pair of first plate എന്ന് പറയുന്നത് moving set ആണ് and the second one എന്ന് പറയുന്നത് fixed set ആണ്. Okay, and all these electrodes, ഇതാണല്ലോ electrodes എന്ന് പറയാം. ഇത് plate and this one is electrodes. ഇതൊക്കെയാണ് electrodes എന്ന് പറയാം. ഓരോ electrodes, each electrodes have a length of what? Length എന്ന് പറയുന്നത് ഓരോ electrodeന്റെയും length എന്ന് പറയുന്നത് W ആണ്, ഓരോ electrode. And all these electrodes have a length of W and the pitch in bottom electrode is W. അതായത് രണ്ട് electrodes ഉണ്ട്. മൂവിങ് സെറ്റ് ഓഫ് electrodes-ന്റെ pitch എന്ന് പറയുന്നത് ഒരു അവരുടെ ഡിസ്റ്റൻസ്, അതായത് pitch എന്ന് പറഞ്ഞാൽ എന്താണ്? What is pitch എന്ന് വെച്ചാൽ the distance between nearby electrodes. രണ്ട് electrodes-ന്റെ ഇടയ്ക്കുള്ള അവരുടെ ആ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ pitch എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൽ മൂവിങ് സെറ്റ് ഓഫ് electrodes ആണെങ്കിൽ they have a pitch of W plus W by 3, but for fixed electrodes the pitch will be like W itself. Okay, അപ്പം ഇതെന്താണ്? ഈ സെറ്റ് ഓഫ് electrodes എന്ന് പറയുന്നത് അലൈൻഡ് ആണോ? അല്ല, ഇത് അലൈൻഡ് അല്ല, അലൈൻഡ് ആയിട്ടല്ല ഇരിക്കുന്നത്. അതായത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന electrodes-ഉം മൂവിങ് സെറ്റ് ഓഫ് electrodes-ൽ സ്റ്റാർട്ട് ചെയ്യുന്നതും രണ്ടും അലൈൻ ആയിട്ടല്ല, മിസ് അലൈൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. Okay, so the pitch of top set of electrode is W plus W by 3-ഉം the pitch of fixed set of electrodes-ന്റെ pitch എന്ന് പറയുന്നത് is W. So let us consider the first set of electrode. എന്താണ് നമ്മൾ ഈ മിസ് അലൈൻഡ് ആയിട്ടുള്ളതാണെങ്കിൽ what we said is when there have a misaligned electrodes, when we apply voltage they try to align themselves. So initially it is misaligned, അല്ലേ? misaligned ആയിട്ട് ആണ് ഇരിക്കുന്നത്. So that is misaligned by a factor of എന്താണ് ഇതാണ് സ്റ്റാർട്ടിങ് എങ്കിൽ ഇവിടെ എന്താണ് misaligned ചെയ്തിരിക്കുന്നത് W by 3 എന്ന് പറയുന്ന ലെങ്ത്തിലാണ് misaligned ആയിട്ടിരിക്കുന്നത്. Okay, so when we apply voltage across A dash voltage apply ചെയ്യുമ്പോൾ they will try to align themselves. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. For that A dash എന്ന് പറയുന്നത് will move towards left to align. അതായത് ഈ സെറ്റ് ഓഫ് electrodes എന്ന് പറയുന്നത് ഈ പ്ലേറ്റ്സിലെ electrodes എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. they can't മൂവ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള electrodes ടോപ്പ് ആണ്. ടോപ്പിൽ ഇരിക്കുന്ന പ്ലേറ്റിലുള്ള electrodes-ന് മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. so when we apply voltage across these two plates എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ എന്ത് സംഭവിക്കും? A dash-ന് ഇടയ്ക്ക്, അതായത് when we apply voltage across A dash എന്ത് സംഭവിക്കും? they will try to align themselves so that A dash will move towards left. ലെഫ്റ്റിലോട്ടായിരിക്കും മൂവ് ചെയ്യുക. അലൈൻ ചെയ്യാൻ വേണ്ടി ലെഫ്റ്റിലല്ലേ മൂവ് ചെയ്യേണ്ടത്. അപ്പൊ അലൈൻ അത് ഫോർ എ ഡിസ്റ്റൻസ് ഓഫ് W by 3 ഡിസ്റ്റൻസിൽ അലൈൻ ചെയ്യും. സോ നൗ A and A dash എന്ന് പറയുന്നത് എന്താണ്? അലൈൻഡ് ആണ്. ഓക്കെ, ബട്ട് സ്റ്റിൽ B dash അലൈൻഡ് അല്ല. സോ നൗ വി കൺസിഡർ B dash electrodes കൺസിഡർ ചെയ്യാം. സോ ഡ്യൂ ടു ദ pitch difference in two electrodes, that is top and bottom electrodes le pitch difference കൊണ്ട് what happened is the B and B dash will also will be in misaligned state. So B and B dash are misaligned even when A dash aligned ആയാലും B and B dash are not aligned. So we have to apply voltage. So when we apply voltage across these electrodes, അതായത് B and B dash electrodes, A dash പോലെ തന്നെ B and B dash across the voltage apply ചെയ്യുമ്പോൾ what happened is എന്ത് സംഭവിക്കും? B dash ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യും with the for a length of W by 3. Okay, മനസ്സിലായോ ഇത്രയും?
ബൈ എ ഫാക്ടർ ഓഫ് എത്രയാണ് W/3 ഫാക്ടറിലാണ് ബി ഡാഷും എന്ത് ചെയ്യുന്നത് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുന്നത് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സിമിലർലി ഫോർ സി ആൻഡ് സി ഡാഷിലും സെയിം പ്രൊസീജിയർ തന്നെ. വി ക്യാൻ അപ്ലൈ വോൾട്ടേജ് ടു സി ഡാഷ് ആൻഡ് ഇറ്റ് വിൽ മൂവ് ടുവേർഡ്സ് ലെഫ്റ്റ്. സോ റിപ്പീറ്റിംഗ് ദ സെയിം പ്രൊസീജിയർ will cause a continuous movement of the moving set. ആ മൂവിംഗ് സെറ്റ് ഓഫ് ഇലക്ട്രോഡ്സിൽ എന്ത് സംഭവിക്കും? There will cause a continuous movement ഉണ്ടാവും. സോ ഹിയർ ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റ് എന്ന് പറയുന്നത് എങ്ങോട്ടാണ്? ലെഫ്റ്റിലോട്ടാണ്. സോ ദീസ് മോഷൻ എന്ന് പറയുന്നത് ആർ ലീനിയർ. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്? ലീനിയർ ആയിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് മൈക്രോമോട്ടോർസ് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇവിടെ ഇതിന്റെ വർക്കിംഗ് പ്രൊസീജിയർ എങ്ങനെയാണ്, വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആയല്ലോ? പിന്നെ പഠിച്ച കോം ഡ്രൈവ് എന്ന് പറയുന്നത് ചോദിക്കുന്നത് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്നതാണ്. കോം ഡ്രൈവ് പഠിച്ചോണം കേട്ടോ. സോ ഇവിടെയുള്ള സ്റ്റെപ്പ് സൈസ് എന്തായിരിക്കും? ഇവിടെയുള്ള സ്റ്റെപ്പ് സൈസ് ഞാൻ പറഞ്ഞു, ദിസ് മോഷൻ ഈസ് ലീനിയർ മോഷൻ ആൻഡ് ഇവിടുത്തെ സ്റ്റെപ്പ് സൈസ് എന്തായിരിക്കും? സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത് മിസ്മാച്ച് ഓഫ് ദി പിച്ച് ബിറ്റ്വീൻ ടു ഇലക്ട്രോഡ്സ് ആണ്. രണ്ട് ഇലക്ട്രോഡ്സ് തമ്മിലുള്ള മിസ്മാച്ച് ആണ്. എത്രയായിരിക്കും ഇവിടെയുള്ള രണ്ട് ഇലക്ട്രോഡ്സ് തമ്മിലുള്ള മിസ്മാച്ച്? എത്രയാണ് ഇവിടെ? W/3 ആണ് മിസ്മാച്ച് എന്ന് പറയുന്നത് അല്ലേ? ഇതാണ് അലൈൻ ചെയ്യാതിരിക്കുന്നത്. സോ ഇങ്ങോട്ട് മൂവ് എ ഡാഷ് എന്ന് പറയുന്നത് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യും വിത്ത് ഡിസ്റ്റൻസ് ഓഫ് എത്രയാണ്? W/3. അതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് സൈസ് എന്താണ്? W/3 ആണ്. ഓക്കെ, മനസ്സിലായോ ഇത്? ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ റോട്ടറി മോട്ടോഴ്സ്. റോട്ടറി മോട്ടോഴ്സിൽ എന്താണ്? സാധാരണ നമ്മൾ മോട്ടോഴ്സിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. റോട്ടറി മോട്ടോഴ്സ് എന്താണ്? ഇവിടുത്തെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ത് തന്നെ ആയിരിക്കും? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് തന്നെയാണ് ഇവിടുത്തെയും വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി ഒരു കൺവെൻഷണൽ മോട്ടോർ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും മുന്നേ. കൺവെൻഷണൽ മോട്ടോർ വി ഹാവ് സ്റ്റഡീഡ് കൺവെൻഷണൽ മോട്ടോർ. അതിൽ ഉള്ള മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ്? റോട്ടർ ആൻഡ് സ്റ്റേറ്റർ ആണ്. അതിൽ റോട്ടർ എന്ന് പറയുന്നതാണ് മൂവിങ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. സ്റ്റേറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്റ്റേഷനറി അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള ഇലക്ട്രോഡ് ആണ് സ്റ്റേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഹിയർ സം ഓഫ് ദ ഇലക്ട്രോഡ്സ് ആർ ഇൻ അലൈൻഡ് കണ്ടീഷൻ. ഏതൊക്കെയാണ്? ഇവിടെ നോക്കുകയാണെങ്കിൽ, ഈ ഫിഗറിൽ നോക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ചില ഇലക്ട്രോഡ്സ്, അതായത് റോട്ടർ ആൻഡ് സ്റ്റേറ്റർ ആർ ഇൻ അലൈൻഡ് ഫോം. ഏതൊക്കെയാണത്? ഇത് അലൈൻഡ് ആണ് ആൻഡ് ദിസ് വൺ ഈസ് അലൈൻഡ്, ദിസ് വൺ ഈസ് ഓൾസോ അലൈൻഡ്, ഇതും അലൈൻഡ് ആണ്. ഓക്കെ, മിസ് അലൈൻഡ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? ഇത് മിസ് അലൈൻഡ് ആണ്. ഓക്കെ, ഈ രണ്ട് ഇലക്ട്രോഡ്സ് ഇത് മിസ് അലൈൻഡ് ആണ്, ഇത് മിസ് അലൈൻഡ് ആണ്, ഇത് മിസ് അലൈൻഡ് ആണ്, ഇത് മിസ് അലൈൻഡ് ആണ്. സോ മിസ് അലൈൻഡ് ആയിട്ടുള്ള ഇലക്ട്രോഡ്സ് എന്ത് സംഭവിക്കുക? വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ മിസ് അലൈൻഡ് ആയിട്ടുള്ളതാണെങ്കിൽ ദേ ട്രൈ ടു അലൈൻ ദംസെൽസ് അല്ലേ? സോ ഹിയർ ഓൾസോ ദർ ഹാവ് എ പിച്ച് ഡിഫറൻസ്. പിച്ച് ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്താണ് ഞാൻ പറഞ്ഞത്? ഇലക്ട്രോഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ആ ഒരു ഡിസ്റ്റൻസിനെയാണ് വി കോൾ എസ് പിച്ച്. സോ there also have a pitch difference ഉണ്ട്. So when we apply a voltage across these misaligned electrodes, what happened is they try to align themselves. So due to this pitch difference ഉള്ളതുകൊണ്ട് തന്നെ some electrodes will be in aligned condition and some will be in misaligned condition. That is actuating the misaligned plates by applying voltage. We can, അതായത് നേരത്തെ ലീനിയറിന്റെ കണ്ടീഷനിൽ പറഞ്ഞ പോലെ തന്നെയാണ്. മിസ്അലൈൻഡ് ആയിട്ടുള്ള ഇലക്ട്രോഡ്സിന് എന്ത് ചെയ്യും? വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ പിച്ച് ഡിഫറൻസ് മാറ്റി അതെന്ത് സംഭവിക്കും? മൂവ് ചെയ്യും അല്ലെ? അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് മൂവ്മെന്റ് സംഭവിക്കും. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? ഓരോ ഇലക്ട്രോഡ്സിലും നമ്മൾ മിസ്അലൈൻഡ് ആയിട്ടുള്ളതിനെ അലൈൻ ചെയ്ത് പോകുമ്പോൾ വാട്ട് ഹാപ്പൻഡ് ഈസ് there will cause a മൂവ്മെന്റ് സംഭവിക്കും. സ്റ്റേറ്റർ ആൻഡ് റോട്ടർ അതിൽ എന്ത് സംഭവിക്കും? ഒരു മൂവ്മെന്റ് സംഭവിക്കും. സോ ആക്ച്വേറ്റിംഗ് ദ മിസ്അലൈൻഡ് പ്ലേറ്റ്സ് ബൈ അപ്ലൈങ് വോൾട്ടേജ് വി ക്യാൻ റൊട്ടേറ്റ് ദിസ് ഇലക്ട്രോഡ്സ്. ഈ ഇലക്ട്രോഡ്സിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ മിസ്അലൈൻഡ് ആയിട്ടുള്ള ഇലക്ട്രോഡ്സ് എന്ത് ചെയ്യും? അലൈൻ ചെയ്യും ആൻഡ് this results in the movement of what? Movement of this electrodes. മനസ്സിലായോ ഇത്? മനസ്സിലായോ?
ഓക്കെ. സോ നമ്മൾ ഇന്ന് എന്തൊക്കെയാ പറഞ്ഞത്? മൈക്രോ ഗ്രിപ്പേഴ്സ് എന്താന്ന് പറഞ്ഞു. എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ആക്ച്വേഷൻ തന്നെയാണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു. കോമൺലി യൂസ് ചെയ്യുന്ന എവിടെയൊക്കെയാണ് ഇൻ ആപ്ലിക്കേഷൻസ് എവിടെയാണ് മൈക്രോ ഗ്രിപ്പേഴ്സിന്റെ? മൈക്രോ അസംബ്ലിയിലും സർജറിയിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. സർജറിയിലൊക്കെ യൂസ് ചെയ്യുന്നത് മീൻസ് ആപ്ലിക്കേഷൻ എന്താ? മൈക്രോ ആയിട്ടുള്ള, അതായത് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചില കുഞ്ഞ് എന്താണ് സ്മോൾ ഒബ്ജക്ട്സിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതാണ് ഗ്രിപ്പിംഗ് എന്ന് പറയുന്നത്, അല്ലെ? ഗ്രിപ്പർ, മൈക്രോ ഗ്രിപ്പേഴ്സ്. ഓക്കെ. Then എന്താ പറഞ്ഞ? There are two gripping methods. There have two gripping methods. First one is by using normal plate electrode, and the second one is by using sliding plate electrode. അതില് നോർമൽ പ്ലേറ്റ് ഇലക്ട്രോഡ് ആണെങ്കിൽ എന്താ ഓർക്കണം? ഫോഴ്സ് എന്ന് പറയുന്നത് will be normal direction, while in misaligned ആയിട്ടുള്ള ഇലക്ട്രോഡ്സിലാണെങ്കിൽ ഫോഴ്സ്, അതായത് സ്ലൈഡിംഗ് ഇലക്ട്രോഡ്സിലാണെങ്കിൽ the force will be in plane ആയിരിക്കും, in plane ആയിട്ടുള്ള ഡയറക്ഷനിലായിരിക്കും. ഓക്കെ. അതിൽ കോം ഡ്രൈവ് എന്താന്ന് പറഞ്ഞു. വാട്ട് ഇസ് കോം ഡ്രൈവ്? കോം ഡ്രൈവ് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ പറഞ്ഞു. കോം ഡ്രൈവ് എന്ന് പറയുന്നത് എന്താണ്? മൈക്രോ ഗ്രിപ്പേഴ്സ് തന്നെയാണ്. ദേ ആർ ആക്ച്വലി മൈക്രോ ഗ്രിപ്പേഴ്സ് വിത്ത് മൾട്ടിപ്പിൾ പെയർസ് ഓഫ് മിസ്അലൈൻഡ് ഇലക്ട്രോഡ്സ്. ഇതെല്ലാം ഇലക്ട്രോഡ്സ് ആണ്. മിസ്അലൈൻഡ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ പെയർ ഓഫ് ഇലക്ട്രോഡ്സ് ഉണ്ടെങ്കിൽ ആ മൈക്രോ ഗ്രിപ്പേഴ്സിനെയാണ് വി കോൾഡ് ആസ് കോം ഡ്രൈവ്. ഓക്കെ. ദേ ആർ കോമൺലി യൂസ്ഡ് ഇൻ മെംസ് ആപ്ലിക്കേഷൻ, മെംസ് ഡിവൈസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇത് മനസ്സിലായല്ലോ? മനസ്സിലായോ? ഇത് കോം ഡ്രൈവിന്റെ കാര്യം പറഞ്ഞു. പിന്നെ അതിന്റെ വർക്കിംഗ് എന്താ പറഞ്ഞു. ഇനി മൈക്രോ മോട്ടോഴ്സിലാണെങ്കിൽ എന്താണ് പറഞ്ഞത്? മൈക്രോ മോട്ടോഴ്സ് ആണെങ്കിൽ ദ ഡ്രൈവിംഗ് ഫോഴ്സ് ഫോർ മൈക്രോ മോട്ടോഴ്സ് എന്ന് പറയുന്നതും ഇറ്റ് ഈസ് ഓൾസോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് തന്നെയാണ്. ആൻഡ് ദർ ആർ ടു ടൈപ്സ്. മൈക്രോ മോട്ടോഴ്സിലും ടു ടൈപ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ലീനിയർ മോട്ടോഴ്സ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് റോട്ടറി മോട്ടോഴ്സ്. ലീനിയർ മോട്ടോഴ്സ് ആണെങ്കിൽ എന്താണ്? Here two sets of base plates ഉണ്ട്, and there have number of electrodes in this base plate. All these electrodes have a length of W, and the pitch in bottom electrode is W itself. And what is actually a pitch എന്ന് പറയുന്നത്? The distance between nearby electrodes ആണ്. So these top electrode എന്ന് പറയുന്നത് moving set of electrode ആണ്, and the bottom set of electrode എന്ന് പറയുന്നത് fixed state of electrodes ആണ്. Initially എന്താണെന്ന് വെച്ചാൽ initially it is misaligned, that is misaligned by a factor of W by 3. So when we apply a voltage across A dash, they will try to align themselves, and for that A dash will move towards left to align, that is A will move towards left at a distance of W by 3. Now the A and the electrodes named A and A dash is aligned. Next we are considering B and B dash. So due to the base difference in B and B dash, what happened is they tried to align themselves by a factor of W by 3. So similarly this procedure continues, and there cause a continuous movement of electrodes. Okay, അതാണ് ലീനിയറിന്റെ കാര്യം പറഞ്ഞത്. Then rotary മോട്ടോഴ്സിൽ പറഞ്ഞ എങ്ങനെയാണ്? ഇവിടെയും എന്താണ് മൂവിങ് ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത് ഈസ് റോട്ടർ, ആൻഡ് ദ സ്റ്റേഷനറി ഓർ ഫിക്സഡ് electrode എന്ന് പറയുന്നത് സ്റ്റേറ്റഡ് ആണ്. Here some of the electrodes are in aligned condition, and some of the electrodes are misaligned condition ആണ്. So they have also pitch difference, and when we apply voltage across these misaligned electrodes, they try to align themselves, and due to this pitch difference, some electrodes will be in aligned condition and some will be in misaligned condition. And actuating this misaligned place by applying voltage causes a rotation of the electrodes. Okay. സാധാരണയായിട്ട് ഈ മോട്ടോഴ്സ് എന്ന് പറയുന്നത് will rotate over 10,000 RPM ലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. Okay. Then next we are going to study about micro valves. ഇതും one of the application ആണ്. മൈക്രോ വാൾവ് എന്ന് പറയുന്നത് മൈക്രോ സ്കെയിൽ ആയിട്ടുള്ള വാൾവ്സിനെയാണ് നമ്മൾ മൈക്രോ വാൾവ്സ് എന്ന് പറയുന്നത്. Generally they are used to regulate or control the flow between two fluidic ports. രണ്ട് fluidic portsന്റെ പോർട്സിൽ വരുന്ന ഫ്ലൂയിഡ്സിനെ കൺട്രോൾ അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്താണ്? അതിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് മൈക്രോ വാൾവ്സ്.
Generally, they are used to regulate or control the flow between two fluidic pods. So in figure, there have flexible ആയിട്ടുള്ള silicon diaphragm ഉണ്ട്. And എന്തുണ്ട് ഈ silicon diaphragm എന്ന് പറയുന്നത് will be 2.5 micrometer diameter ആയിരിക്കും and having a thickness of 10 micrometer thickness ഉള്ള thin ആയിട്ടുള്ള ഒരു silicon diaphragm ഉണ്ട്. They have a figure നോക്കിക്കഴിഞ്ഞാൽ അറിയാം silicon diaphragm കണ്ടോ flexible silicon diaphragm ആണ്. This is very thin ആയിട്ടുള്ള silicon diaphragm ആണ്. അതിന്റെ ഡയമീറ്റർ എത്രയാണ് 2.5 millimeter ആയിട്ടുള്ള ഡയഫ്രം ആണ് ഡയമീറ്റർ എന്ന് പറയുക. സോ ദർ ഹാവ് ഇൻലെറ്റ് ഫ്ലോ ഉണ്ട് ഇവിടെയാണല്ലേ, ഇതാണ് ഇൻലെറ്റ് ഫ്ലോ എന്ന് പറയുന്നത്, ഇതാണ് എന്താ ഔട്ട്ലെറ്റ് ഫ്ലോ എന്ന് പറയുന്നത്. സോ ഇൻ ദിസ് കണ്ടീഷൻ മൈക്രോ വാൾവ് വിൽ ബി ഓപ്പൺ ആൻഡ് നോട്ട് ചേഞ്ചിങ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ. ഇതിൽ മൈക്രോ വാൾവ് എന്ന് പറയുന്നത് എന്താണ്, ഇപ്പൊ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എങ്ങനെയാണ് മൈക്രോ വാൾവ് എന്ന് പറയുന്നത് ഓപ്പൺ കണ്ടീഷനിലാണ്. So there have a silicon diaphragm ഉണ്ട് and on top of it there have ഈ silicon diaphragmന്റെ ടോപ്പിൽ electrodes ഉണ്ട്, അത് പറഞ്ഞില്ലല്ലോ. silicon diaphragmന്റെ ടോപ്പിൽ electrodes ഉണ്ട്. ഈ electrodes എന്ന് പറയുന്നത് ഇലക്ട്രിക് റെസിസ്റ്റന്റ് ഹീറ്റിംഗ് റിങ്സ് എന്നാണ് ഇതിനെ പറയുക, electrodes എന്ന് പറയുക. അതായത് ഹീറ്റിംഗ് റിങ്സ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ് we can produce heat by applying voltage. വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് പറ്റും, ഹീറ്റ് എന്ത് ചെയ്യുന്നു പ്രൊഡ്യൂസ് ആവുന്നു, അതാണ് ഈ ഇലക്ട്രിക് റെസിസ്റ്റൻസ് ഹീറ്റിംഗ് റിങ്സ് എന്ന് പറയുന്നത്. സോ വെൻ വി അപ്ലൈ ഹീറ്റ് ദ സിലിക്കൺ ഡയഫ്രം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ, നമ്മൾ ഹീറ്റ് അപ്ലൈ അല്ലെങ്കിൽ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻ ഈസ് ഡയഫ്രം എന്ത് പറ്റും, ഡയഫ്രത്തിലാണെങ്കിൽ ഇറ്റ് എന്താണ് ഇത് എക്സ്പാൻഡ് ചെയ്യും, ഡയഫ്രം എക്സ്പാൻഡ്. സോ ആസ് ഇറ്റ് എക്സ്പാൻഡ്സ് ഇറ്റ് വിൽ മൂവ് ഡൗൺവേർഡ്. അപ്പൊ നമ്മൾ ഇപ്പോഴുള്ള കണ്ടീഷനിൽ പ്രസന്റ് ഇനിഷ്യലി ഈ വാൾവ് ഓപ്പൺ ആയിരുന്നു ആൻഡ് ഇതാണ് ഇൻലെറ്റ് ഫ്ലോയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഇലക്ട്രോഡ്സിൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ആവും. ഹീറ്റ് പ്രൊഡ്യൂസ് ആവുമ്പോൾ എന്ത് സംഭവിക്കും, ദ ഡയഫ്രം ഇറ്റ് എക്സ്പാൻഡ്സ്. സോ ആസ് ഇറ്റ് എക്സ്പാൻഡ്സ് ഇറ്റ് വിൽ മൂവ് ഡൗൺവേർഡ്. ഈ ഡയഫ്രം എന്ത് ഈ സെറ്റപ്പ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് പറ്റും, ഡയഫ്രം താഴോട്ടായിട്ട് മൂവ് ചെയ്യും. ഇറ്റ് വിൽ മൂവ് ഡൗൺവേർഡ്സ്. താഴോട്ടായിട്ട് മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഇൻലെറ്റ് അതായത് ഓപ്പൺ ആയിരുന്ന ഈ വാൾവ് എന്ന് പറയുന്നത് എന്ത് പറ്റും, ഇത് ക്ലോസ് ആവും അല്ലെ. ഇൻ ദിസ് കണ്ടീഷൻ ദ മൈക്രോ വാൾവ് ഈസ് ക്ലോസ്ഡ്. സോ വെൻ ഹീറ്റിംഗ് സ്റ്റോപ്സ്, ഇത് നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോഴത്തേനും എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇവിടെ ഈ സിലിക്കൺ ഡയഫ്രം എക്സ്പാൻഡ് ചെയ്തിട്ട് ഇറ്റ് വിൽ മൂവ് ഡൗൺവേർഡ് ആൻഡ് that results in the closing of micro valve. So when the heating stop, the diaphragm will go back to the original position. അതും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റിംഗ് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ it will go back to the original position. That is, the valve will open. Okay, this design is used to control the rate of flow in normally opened valve to a fully closed state. അതിനാണ് ഈ ഡിസൈൻ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ റേറ്റ് ഓഫ് ഫ്ലോ ഇൻ നോർമലി ഓപ്പൺഡ് വാൾവ് ടു എ ഫുള്ളി ക്ലോസ്ഡ് സ്റ്റേറ്റിലോട്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ സെറ്റപ്പ് അല്ലെങ്കിൽ ഈ ഡിസൈൻ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? മൈക്രോ വാൾവ്സ് വരെ മനസ്സിലായോ? ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? മോട്ടോഴ്സ് പറഞ്ഞു, വാൾവ് എന്താന്ന് പറഞ്ഞു, ഗ്രിപ്പേഴ്സ് എന്താന്ന് പറഞ്ഞു, ഗ്രിപ്പില് കോം ഡ്രൈവ് എന്താന്ന് പറഞ്ഞു. സോ ഓക്കെ, അഭിജിത്ത്, അർച്ചിത, സൗമ്യ, ഇതുവരെ മനസ്സിലായോ? ഓക്കെ ഓക്കെ, അറ്റൻഡൻസ് പറഞ്ഞേ. കഴിഞ്ഞിടെ വാക്സിൻ എടുക്കാൻ പോയവരൊക്കെ ഉണ്ടോ ഇവിടെ? അഭിജിത്ത്, അനുവിന്ദ്, അനുവിന്ദ് ഇപ്പോഴാണല്ലോ ലെഫ്റ്റ് ആയേ.
Okay, Aparna, Archida, Arun, Ashwita, Ashwita illa, Ashwita, okay, Chandra, Chandralekha illa, okay, Gopika, Harsh Harindran, Hipsu, Muhammad Jasim, മുഹമ്മദ് ജസീം ഇത്രയും ക്ലാസ്സിലില്ലായിരുന്നോ? 4 ക്ലാസ്സുകളിൽ ഇല്ലല്ലോ. ഉണ്ടായിരുന്നു. ഏത് ക്ലാസ്സിലുണ്ടായിരുന്നു? ഒരു ദിവസം ഉണ്ടായിരുന്നു അല്ലേ? 13th അതിനു മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അറ്റൻഡൻസിന്റെ ടൈം റേഞ്ച് ഇല്ലായിട്ടാ കിട്ടിയില്ല. ഇല്ല. ഓക്കെ, ശരി. Then പാർവതി, രോഹിത് ഇല്ല. വൈഷ്ണവി, അശ്വിൻ രാജ്, ദീപ്തി, ഹരിത, ഇല്ല. അനില, ശിശിര, സൗമ്യ, ഉണ്ടായിരുന്നല്ലോ. Okay guys, bye. Have a nice day.